പയ്യെ ഇന്ന് അതിന്റെ തലയടക്കം പറിക്കും. അതെ. മുടി ആരാ വെട്ടിയേ? വേഗം പറഞ്ഞു, ആരാ വെട്ടിയേ? മുടി പറഞ്ഞ വെട്ടിയേ? അത് ചേച്ചി തന്നെയല്ലേ വെട്ടിയേ? അല്ലല്ല, എന്റെ വെട്ടൽ ഇങ്ങനെയല്ല, കള്ളം പറയണ്ട. ആരാ വെട്ടിയേ? അപ്പുറത്തെ വീട്ടിലെ കനക ചേച്ചി. അങ്ങനെ വഴിക്കുക. എന്താ വേണ്ടേ? ത്രെഡ് ചെയ്യണോ? ആലതിന്റെ ബാക്കിൽ നിൽക്ക്. വേറെ സ്ഥലത്ത് നിന്ന് വെട്ടിയിട്ട് ഇവിടെ ഒന്ന് ഫസ്റ്റ് വെട്ടാന്ന് വിചാരിക്കണ്ട. മുടിയൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടുണ്ടല്ലോ. ഞാൻ എന്റെ ഓരോ ക്ലയന്റിനോട് പറയാറുള്ളതാ, ആ കനകയുടെ അവിടെ പോയി മുടി വെട്ടല്ലേന്ന്. ഞങ്ങള് ആയിരങ്ങൾ കൊടുത്ത് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ട് അവിടെ പാർലർ തുറന്നു വെച്ചേക്കുന്നത്. അവളോ യൂട്യൂബ് നോക്കി പഠിച്ചിട്ട്. അതൊക്കെ ആർക്കും അറിയില്ല എന്നുള്ള വിചാരം. മുടി വെട്ടിയത് നന്നായിട്ടുണ്ടല്ലോ. അത്രക്കായോ ഇപ്പൊ കാണിച്ചു? എന്താണ്? ഞാൻ കനകയുടെ അവിടെ മുടി വെട്ടിയാനെ നിങ്ങളെ പകരം വീട്ടാലേ? നിങ്ങൾ എവിടെ പോയി മുടി വെട്ടിയാലേ എനിക്കെന്താ? അവളെ ഇപ്പൊ ഫീൽഡിൽ വന്നുള്ളോ. ഞാൻ ഇവിടെ വന്നിട്ട് 8 വർഷമായി. 8 വർഷം. ചേച്ചി വേദന എടുക്കണോ? പിന്നെ കനക ചെയ്യുമ്പോ ഇക്കിലാവായിരുന്നോ? നാടകം കളിക്കാതിരിക്കും മാഡം. വേദനിക്കണോ? ഇതൊന്നും സഹിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എടുക്കേണ്ട ആവശ്യണ്ടാ? നല്ലോണം വലിച്ചൊന്ന് പിടിക്കി നോക്ക്. എങ്ങനെയുണ്ട്? എന്താ ചേച്ചി? സൂപ്പർ ആയിട്ടുണ്ട്. ഇതിന് സൂപ്പർ ആയിട്ട് ആരും ത്രെഡ് ചെയ്യില്ല. അത് നിങ്ങളുടെ കണ്ണിന്റെ പ്രശ്നം. ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ് ആണ്. ചേച്ചി ഇതിന്റെ കനം വല്ലാതെ കുറവാ. പോയേ എണീറ്റേ, നാടൻ കളിക്കാതെ പോയേ. നെക്സ്റ്റ്.